ഇത് ഇപ്പം എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നല്ലപോലെ സ്മൂത്തായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ഡിവൈഎസ്പി വന്നിട്ട് കുറച്ച് ടീമിനായിട്ട് ഇപ്പം കയറിയില്ലേ, അയാൾ വന്നിട്ട് നമ്മളെ രഞ്ജിത്തിന് ബാക്കിയുള്ളവർ അടിച്ച്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചതൊരു പ്രശ്നമാക്കാനില്ല, അടി സ്ഥിരം ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കണല്ലേ, അത് പ്രശ്നമില്ല. അരമണിക്കൂർ ടൈം തന്നിക്കണ്. ഞാനിപ്പോൾ അടിപിടി കഴിഞ്ഞ് എല്ലാത്തിനും ഉന്തി അവിടെ ഇട്ടിക്കണ്. ഇന്നെ കുറേ ഉന്തലും പിടിക്കലൊക്കെ കഴിഞ്ഞു. ആ അരമണിക്കൂർ ടൈമിന് DC-ൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇപ്പം മൊത്തം മലയാളികളാണ്. ഏകദേശം ലൊക്കേറ്റ് ട്രേസ് ചെയ്തെന്ന് കണ്ടപ്പോൾ ഇവർ എത്തിക്കണം. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ക്രെഡിറ്റ് പ്രശ്നം അങ്ങനത്തെ ആയിരിക്കും മിക്കവാറും. ഇപ്പോൾ ഒരു പറയണത് എന്താ പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഈ ആളുകളെ മൊത്തം ലിസ്റ്റ് കൊടുക്കാൻ, പേരും മറ്റുള്ള വിവരങ്ങളും കൊടുത്തിട്ട് ഈ ആളുകൾക്ക് പെർമിഷൻ വാങ്ങി തരാൻ. എനിക്കറിയില്ല ഡിസ്ട്രിക്ട് കളക്ടർ അത് തരുമോ അങ്ങനെ, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓല പണി തുടങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പൊ നിലവിൽ പെട്ടെന്ന് ലൈവില് വന്ന ഒരു ന്യൂസാണ്. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഓരോ സെക്കൻഡും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഇടയിൽ മലയാളീസിനെ വാനോളം പൊക്കി പലരും സംസാരിച്ചെങ്കിലും ഇതിന്റെ ഇടയിൽ ചില മലയാളികൾ ഒപ്പിച്ച കുറച്ച് പരിപാടികളുണ്ട്. അവരുടെ പോസ്റ്റിന്റെ താഴെ പോയിട്ടിട്ട കുറച്ച് മനോഹരമായ കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പയ്യന്റെ സിസ്റ്റർ സംസാരിച്ചതിനെ പറ്റിയിട്ടൊക്കെ കീറി മുറിക്കുന്ന കുറച്ച് സംഭവങ്ങളൊന്നുണ്ട്. അത് നിൽക്കട്ടെ, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. ഇപ്പൊ കറണ്ട് അവസ്ഥയിൽ കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാളെ തല്ലുകയും അരമണിക്കൂറിന്റെ ഉള്ളിൽ അവിടെയുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തിട്ട് പൊന്നോ ചാർലിയെ പിടിച്ച് പുറത്തേക്കാക്ക്, ഇവർ രണ്ടുപേരും പിടിച്ച് പുറത്തേക്കാക്ക്, എന്നിട്ട് ജോയ്ക്ക് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ജോയ്ക്ക് കിട്ടില്ല ഫുഡ്. ഇപ്പൊ ചെയ്യല്ലേ പൊന്നോ, കണ്ട ഇപ്പൊ മണ്ടത്തരം കാണിക്കല്ലേ പൊന്നോ. എടാ അങ്ങനെ ചെയ്യരുത്, അവര് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണ പോലെ ആവും ഫുഡിന്റെ അവിടെ വെച്ച് കാണിക്കുമ്പോ. രണ്ടുപേരും പുറത്തേക്കുണ്ടോ? വെരി സോറി ഗൈസ്, ഇവിടെ ഒരു സംഭവം. അപ്പം രഞ്ജിത്തിനെ തല്ലുകയും മനാഫ് എന്ന് പറഞ്ഞ ആ ഡ്രൈവറിനോട് ഡിവൈഎസ്പിയുടെ അടുത്ത് പോയിട്ട് ഇപ്പം നിലവിലുള്ള എത്ര മലയാളി രക്ഷാപ്രവർത്തകരുണ്ടോ അവരുടെ ലിസ്റ്റ് കൊടുത്ത് പെർമിഷൻ വാങ്ങിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ആ പെർമിഷൻ ആര് തരുമോ ഇല്ലേ എന്താ ഏതാണെന്ന് അറിയത്തില്ല. നേവിക്കാരുടെ രീതിയിൽ ഡീറ്റെയിൽസ് വർക്ക് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് സ്പോട്ട് ലൊക്കേറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇവർ ഈ സീൻ ഉണ്ടാക്കുന്നതും. ഈ ഒരു അടി പൊട്ടിയോടുകൂടി രഞ്ജിത്തിന് നല്ല പ്രശ്നമുണ്ട്, മനാഫിന് വിഷയമില്ല, മനാഫ് തല്ലുകൊണ്ടിട്ടാണെങ്കിലും വിഷയമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താ ഈ സംഭവം അവിടെ സ്ലോ ആയി. അപ്പം മലയാളികൾ തിരിച്ചു പോകണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇപ്പൊ അർജുൻ മാത്രമല്ല അതിനകത്ത് വേറെ ആളുകളും പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഇതിപ്പോ ഇവിടെ നിന്ന് ഒരു മലയാളി പോയി പെട്ടതുകൊണ്ടല്ലേ. അപ്പൊ ഇതിന് മുമ്പത്തെ ഉരുൾപൊട്ടലിനും അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളിലൊക്കെ എത്ര ആൾക്കാർ മണ്ണിന്റെ അടിയിൽ പോയിട്ട് ഇവർ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇത് അവര് പറഞ്ഞ പോലെ തന്നെ ഈഗോ ക്ലാഷ് ആണ്. അതായത് കർണാടകയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് അതിൽ നിന്ന് ആ ആളെ രക്ഷിക്കാൻ മലയാളികൾ, അതായത് കേരളത്തിൽ നിന്ന് മലയാളികൾ വരേണ്ട വന്നു അല്ലെങ്കിൽ അങ്ങനെ രക്ഷിക്കേണ്ട വന്നു എന്ന് പുറത്തേക്കൊരു ന്യൂസും, അത് അവരെ ആ കർണാടക അല്ലെങ്കിൽ അവരുടെ ആ പവർ ഓഫ് ആൾക്കാരെ ബാധിക്കും എന്നുള്ളൊരു ഈഗോ ക്ലാഷ് കൊണ്ട് അവർ കാണിക്കുന്ന കുന്തളിപ്പാണ്. അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനല്ലേ, എവിടെ നിന്നാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, സോഴ്സ് ഉപയോഗിച്ചിട്ട് ആ മനുഷ്യൻ രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു ചിന്താഗതി അവിടെ വന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇതിനു മുമ്പും അല്ലെങ്കിൽ ലൈക്ക് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഫീലാണത്. കാരണം അർജുൻ ഒരു മലയാളി, അർജുൻ അതിനകത്ത് പറയുന്നുണ്ട് അർജുൻ ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ കറന്റ്ലി അറിയുന്നത് വേറെയും ആളുകൾ അതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം മണ്ണിടിച്ചിൽ അതിൻ്റെ ഇടയിൽ ആൾക്കാർ പെട്ടു, അത് തൊഴിലാളികളാണ്, അതുകൊണ്ട് വിട്ടേക്കാന്നുള്ള രീതിയിൽ ഭയങ്കര ലോ ആക്കി കാര്യങ്ങൾ. ഇപ്പൊ അർജുന്റെ കേസിൽ ഇപ്പൊ നമ്മളെല്ലാവരും നിർത്താതെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിലേക്ക് പോകുന്നു. ഇതിനു മുമ്പ് നടന്ന ഇൻസിഡൻസിലൊക്കെ അവര് അന്വേഷിക്കാതെ എത്ര ബോഡികൾ അല്ലെങ്കിൽ മരിക്കാതെയാണെങ്കിലും അറിയത്തില്ല, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പോൾ ഇവരുടെ മെയിൻ ഇഷ്യൂ ഈ ഈഗോ ക്ലാഷ് ആണ്. ഇപ്പം അവരുടെ വീട്ടുകാരുടെ ഇതാണെങ്കിലും നമുക്കറിയത്തില്ല എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇത്രയും ദിവസമൊക്കെ ഒരു മനുഷ്യൻ വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്താ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടുകാർക്കാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അർജുനെ പുറത്തേക്ക് കിട്ടണം എന്നുള്ള ഒറ്റ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഇതിപ്പോൾ ലൈക്ക് വേറെ ആൾക്കാരും പോയിട്ട് ഇതവിടുത്തെ സ്ഥിരം പരിപാടിയാണോ, ഈ മണ്ണിടിച്ചിൽ സ്ഥിരം പരിപാടിയാണോ? അപ്പം അങ്ങനെ പെട്ടാൽ ഇവർ അന്വേഷിക്കാൻ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർ ആ മണ്ണിൻ്റെ ഇടയിൽ കുടുങ്ങി ഇല്ലാതായിട്ടുണ്ടാവും എന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പം ഇപ്പോൾ
സ്പോട്ട് ചെയ്യാറായ ആളെ കിട്ടാൻ ചാൻസ് ആവാറായെന്ന് പറഞ്ഞപ്പോൾ അവർ മനഃപൂർവ്വം അവിടെ കൊണ്ടൊരു ഇഷ്യൂ ഇട്ടേക്കാണ്. ആ രഞ്ജിത്തിനെ തല്ലുകയും സ്ലോ ചെയ്യുകയും ഈ തപ്പി ആളെ എടുക്കാൻ നോക്കാതെ ഡിവൈഎസ്പിയുടെ അടുത്ത് പോയിട്ട് പെർമിഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇവിടെ നിൽക്കാനുള്ള പെർമിഷൻ എടുത്തുകൊണ്ട് വരണം 1/2 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ അവരവരുടെ പണി തുടങ്ങും, തിരിച്ചു മലയാളികൾ പോകണമെന്ന് പറയുമ്പോൾ ഈ എത്രത്തോളം വൃത്തികെട്ടൊരു പവറാണ് അവരുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈഗോ ക്ലാഷ് തന്നെ. ഇത് മലയാളികൾ വന്ന് പൊക്കിയെടുത്താൽ അവരെയും അവരുടെ സ്റ്റേറ്റിനെയും അവരുടെ അതോറിറ്റി ആൾക്കാരെയും ഏൽക്കുമല്ലോ എന്നുള്ള ഒരു പേടി, ആ ഒരു ഈഗോ ക്ലാഷ് ആണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മലയാളികളെല്ലാം തിരിച്ചു പോകണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അറിയത്തില്ല, ദൈവത്തിന്റെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. പക്ഷെ അവര് മലയാളികളെ ഒന്നടക്കം അവിടെ നിന്ന് തുരത്താനുള്ള പരിപാടികളാണ്. ഈ ലിസ്റ്റ് എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് DYSP ചിലപ്പോൾ എതിർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അയാൾ സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കേട്ടപ്പോ എനിക്ക് തോന്നുന്നത്, ദൈവമേ ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ വേറെ ആൾക്കാർ പെട്ടിട്ടും ഇവരിങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അർജുന്റെ ഇത് സ്പോട്ട് ചെയ്യാറായപ്പോഴേക്കും ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിനു മുമ്പായിട്ടും ഒക്കെ ആയിട്ടും എന്തൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ഇവർ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് അത് തൊഴിലാളികൾ അതിലെ പോകുന്ന ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അവിടെ എന്തെല്ലാം ഇതിനു മുമ്പായിട്ടും ഒക്കെ നടന്നിട്ടുണ്ടാവുന്നു. ഇപ്പൊ ഈ അർജുന്റെ ഇത് അതിനുള്ളിലുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നു. ഇപ്പൊ അർജുന്റെ കൂടെ വേറെ ആൾക്കാരും പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ അർജുന്റെ കെയർ ഓഫിലാണ് നമ്മൾ ഈ വിഷയത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു മലയാളി ആ ഭാഗത്ത് പോയിട്ട് അവിടെ പറ്റി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വെക്കുക, ഈ ബാക്കി പെട്ടുപോയ ആൾക്കാരുകൾ ആ മണ്ണിന്റെ അടിയിലല്ലേ. ഇങ്ങനെയുണ്ടോ ഒരു നാട്, ഇങ്ങനെയുണ്ടോ ഒരു പവർ, ഇങ്ങനെ ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? തുരത്തണ്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ സ്പോട്ട് ചെയ്തില്ലേ, അത് സ്ലോ ആക്കിയില്ലേ കാര്യങ്ങള്, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ സംഭവം അവിടെ സ്ലോ ആക്കി. അപ്പം എന്തൊരു വൃത്തികെട്ട ഒരു മാനസികാവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവം രക്ഷിക്കട്ടല്ല, വേറൊന്നും പറയാനില്ല.